നമസ്തേ പ്രിയമിത്രങ്ങളെ, 2026 നമ്മളും എന്ന വിഭാഗത്തിൽ ഇന്ന് നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരെ പറ്റിയാണ്. മൂലം നക്ഷത്ര ജാതരെ പറ്റി പറയുകയാണെങ്കിൽ 2026 പല രീതിയിലുള്ള പരീക്ഷണങ്ങളെയും ഇവർ നേരിടേണ്ടതായി വരും. അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും ഇവരുടെ അരികിലേക്ക് എത്തിച്ചേരാം. മനഃശാന്തിയും കുടുംബ സ്വസ്ഥതയും പ്രവർത്തന രംഗത്ത് അലറയില്ലറ തിക്തഫലങ്ങളുമാണ് ഇവർക്കായി കാത്തിരിക്കുന്നത്. എന്നാൽ സങ്കടപ്പെടുകയോ മനനിയന്ത്രണമില്ലാതെ പിന്മാറാനോ അല്ലെങ്കിൽ തെറ്റായ സാഹചര്യത്തിലേക്ക് തിരിയുവാനോ ശ്രമിക്കാതിരിക്കുകയും ഗണപതി ഭഗവാനെയും കലിയുഗവരതനായ അയ്യപ്പസ്വാമിയെയും ഒരല്പം ശ്രദ്ധയോടും ഭക്തിയോടും ഒന്ന് ഭജിച്ചാൽ അവരുടെ പ്രീതി നേടി സാധുക്കളെ തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ സഹായിച്ചും സൽക്കർമ്മങ്ങളിൽ ഭാഗവാക്കായി മാറുകയും ചെയ്താൽ തീർച്ചയായും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ മൂലം നക്ഷത്ര ജാതർക്ക് 2026 മറികടക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഇവർക്ക് കുടുംബ സ്വസ്ഥത കുറയാനുള്ള സാധ്യത കാണപ്പെടുന്നു. സംഘർഷം അനുഭവിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടാം. സാമ്പത്തികമായി വളരെ ഞെരുക്കം അനുഭവിക്കാനുള്ള സാധ്യതയുമാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങൾക്ക് അവരുടെ എല്ലാ പ്രവർത്തന തലങ്ങളിലും അലറിയിലറ പരാജയത്തെ ചിലപ്പോൾ നേരിടേണ്ടതായി വന്നേക്കാം. അതിനുള്ള പരിഹാരമാണ് തുടക്കത്തിൽ സൂചിപ്പിച്ച ഗണപതി ഭജനവും അയ്യപ്പസ്വാമി ഭജനവും. അന്യദേശത്തു നിന്നുള്ളവരുടെ സഹായം ലഭിക്കാനുള്ള സാധ്യത പ്രകടമാകുമ്പോൾ തന്നെ പരീക്ഷകളിലും ടെസ്റ്റുകളിലും പങ്കെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധയോടും കരുതലോടും ജാഗ്രതയോടും കൃത്യനിഷ്ഠയോടും വേണം അതിനെ സമീപിക്കേണ്ടതും വിജയം നേടേണ്ടതും. പ്രവർത്തനത്തിലെ അശ്രദ്ധ പലപ്പോഴും പല രീതിയിലുള്ള തടസ്സങ്ങളെ സൃഷ്ടിക്കാം. ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ മുടങ്ങി പോകാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. ആരോഗ്യത്തിൽ അല്ലറയില്ലറ അസ്വസ്ഥതകൾ ലഭിക്കാനുള്ള സാധ്യതയും വ്യവഹാരം, അതായത് കേസ് ഇത്യാദി കൊടുക്കൽ വാങ്ങൽ കർമ്മങ്ങളിൽ പരാജയമോ നഷ്ടമോ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പല ആലോചിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടും ശ്രദ്ധയോടും കൂടി വേണം ഏർപ്പെടാൻ പോകുന്നതും അതിലേക്ക് ഇറങ്ങി തിരിക്കുന്നതും. നവംബർ ഡിസംബർ മാസങ്ങളോടുകൂടി ആരോഗ്യസ്ഥിതിയിലും സാമ്പത്തികമായും ഒരല്പം അനുകൂലമായ തലം കാണുന്നുണ്ട്. പുണ്യക്ഷേത്ര ദർശനങ്ങളും കടം കൊടുത്ത പല വകകളും തിരികെ കിട്ടാനുള്ള സാധ്യതയും കാണപ്പെടും. ആയതിനാൽ വളരെ ശ്രദ്ധയോടും ഏകാഗ്രതയോടും അതിനുമപ്പുറം അർപ്പണബുദ്ധിയോടും ഈശ്വര വിശ്വാസത്തോടും കൂടിയാണ് നിങ്ങൾ 2026 സഞ്ചരിക്കുന്നതെങ്കിൽ വലിയ പരിക്കുകളൊന്നും കൂടാതെ നിങ്ങൾക്ക് 2026 മറികടക്കാൻ കഴിയുകയും സങ്കടങ്ങളെ തീർച്ചയായും ലളിതമാക്കുവാനും ഈശ്വര ഭജനത്തിലൂടെ മികവുറ്റ രീതിയിൽ അതിനെ മറികടക്കുവാനും കഴിയും. അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈശ്വര ഭജനത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ശ്രമം ഉണ്ടാകണം. ഇനിയും നമ്മൾ അറിയുവാനായി പോകുന്ന നക്ഷത്രം പൂരാടം നക്ഷത്ര ജാതരെ പറ്റിയാണ്. 2026 അവർക്ക് അനുകൂലമാണ്. കർമ്മരംഗത്ത് വിജയവും ആരോഗ്യപരമായ ഉന്നതിയും സാമ്പത്തികമായ ലഭ്യതയും അതുപോലെ തന്നെ പരിശ്രമത്തിലൂടെ ഉന്നത സ്ഥാനം ലഭിക്കുവാനുള്ള സാധ്യതയും ഇവയെല്ലാം കൃത്യമായി ലഭിക്കുവാനുള്ള ഈശ്വര അനുഗ്രഹവും ഈ നക്ഷത്രജാതർക്ക് 2026 കാണപ്പെടുന്നു. ദൈവാനുഗ്രഹം ആവോളം പ്രകടമാകുന്ന ഈ 2026 ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ജനങ്ങൾക്ക് കലാരംഗത്ത് അവരുടെ കഴിവിനെ തെളിയിക്കുവാനും അതിലൂടെ വിജയത്തെയും ആനുകൂല്യങ്ങളെയും നേടിയെടുക്കുവാനുള്ള അവസരം ലഭിക്കുക തന്നെ ചെയ്യും. പരിശ്രമത്തിലൂടെ സ്വവരുമാനത്തിനുപരി ഇതര വരുമാന മാർഗങ്ങളെ ആശ്രയിക്കുകയും അതിലൂടെ വരുമാന മേഖലയെ പുഷ്ടിപ്പെടുത്തുവാനും സമ്പത്തിനെയും സമൃദ്ധിയെയും നേടുവാനുമുള്ള അവസരം ഈ നക്ഷത്രജാതർക്കായി കാത്തിരിക്കുന്നു എന്ന് കരുതുക തന്നെ വേണം. വിദേശ സ്ഥലത്ത് നിന്ന് സ്വദേശത്തിലേക്ക് ജോലിയിൽ മാറ്റം ലഭിക്കുവാനും ബിസിനസ്സിൽ ഉയർച്ച നേടുവാനുമുള്ള അവസരം കാണപ്പെടുന്നുണ്ട്. വസ്ത്ര വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി കാണപ്പെടുമ്പോൾ തന്നെ കൂട്ടുകച്ചവടത്തിൽ പങ്കെടുക്കുന്നവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. ഡിസംബർ മാസത്തോടുകൂടി പരീക്ഷയെ നേരിടാൻ പോകുന്ന വിദ്യാർത്ഥികൾ
നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. സരസ്വതീ ഭജനവും ദേവീ ഭജനവും നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ നക്ഷത്രജാതർ 2026 തുടക്കം മുതൽ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതോടുകൂടി ദേവിക്ക് മാല ചാർത്താനുള്ള അവസരം സൃഷ്ടിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അഷ്ടോത്തരം ജപിക്കുന്നതോടുകൂടി വിജയത്തെ കരഗതമാക്കുവാനും പരീക്ഷയെയും പരീക്ഷണങ്ങളെ നേരിടുന്നവർക്ക് വിജയത്തിലേക്ക് എത്തുവാനായി സരസ്വതീ ഭജനം നടത്തുന്നതും ഉത്തമമാണ്. പൂർവ്വജന്മാർജിതമായി എത്താൻ സാധ്യതയുള്ള പല രീതിയിലുള്ള ക്ഷയങ്ങളെയും സങ്കടങ്ങളെയും മറികടക്കുവാൻ ഈ നക്ഷത്രജാതർക്ക് തീർച്ചയായും സരസ്വതീ ഭജനവും ലക്ഷ്മി ഭജനവും വളരെ വളരെ ഗുണപ്രദമായി മാറുക തന്നെ ചെയ്യും. ഒരല്പസമയം, ഒരു ദിനം 10 മിനിറ്റ് വെച്ചെങ്കിലും അതിനായി മാറ്റിവെച്ചാൽ കൂടുതൽ മികവോടുകൂടി ഉന്നതമായ വിജയത്തോടുകൂടി ഇവർക്ക് 2026 പൂർത്തീകരിക്കുവാനും പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനും കഴിയുക തന്നെ ചെയ്യും. ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് 2026 ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ളതായിരിക്കും എന്നതാണ്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. തുടക്കത്തിൽ അനിയന്ത്രിതമായ രീതിയിലും അപ്രതീക്ഷിതമായ രീതിയിലും പല തടസ്സങ്ങളും എത്തിച്ചേരാം. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. എന്നാൽ കർമ്മഫലത്തിലുള്ള ശ്രദ്ധയോടുകൂടി ഒന്ന് പരിശ്രമിച്ചാൽ വരുമാനം വർദ്ധിപ്പിക്കുവാനും കർമ്മരംഗത്ത് വിജയം കൈവരിക്കാനും കഴിയുക തന്നെ ചെയ്യും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങൾക്ക് പ്രവർത്തന രംഗത്തും ഗൃഹത്തിലും അവരേർപ്പെടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഒരു പരിധിവരെയെങ്കിലും വിജയത്തെയും അംഗീകാരത്തെയും നേടാനുള്ള അവസരമാണ് 2026 നൽകുന്നത് എന്നാണ് കാണപ്പെടുന്നത്. പുതുവാഹനങ്ങൾ വാങ്ങാനുള്ള യോഗം കാണപ്പെടുമ്പോൾ തന്നെ പരീക്ഷകളെ നേരിടുന്ന വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൃത്യനിഷ്ഠതയോടും കൂടി വേണം ഈ 2026 പ്രവർത്തിക്കേണ്ടത്. പ്രകൃതിക്ഷോഭം മൂലം ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും വർഷ അവസാനത്തോടുകൂടി ശുഭകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഈ നക്ഷത്രജാതരിൽ 2026 കാണപ്പെടുന്നു. വർഷ അവസാനത്തോടുകൂടി വിവാഹാദി കർമ്മങ്ങൾ നടക്കുവാനും മംഗളകർമ്മങ്ങളിൽ ഭാഗമാകുവാനും ഉള്ള അവസരം ലഭിക്കും എന്നാണ് കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വർഷ അവസാനത്തോടുകൂടി ചിലവുകൾ വീണ്ടും അനിയന്ത്രിതമായി വർദ്ധിക്കാനുള്ള സാധ്യതയും കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചെലവിന് ഒരു പരിധിവരെ ഒഴിവാക്കി ആവശ്യങ്ങൾക്ക് മാത്രം വ്യയം ചെയ്യുകയും ശ്രദ്ധയോടും ഏകാഗ്രതയോടും പലരും പറയുന്ന പലതും കേട്ട ഉടനെ എടുത്തു ചാടുവാനുള്ള പ്രവർത്തനത്തെ ഉപേക്ഷിച്ചും ഏത് പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പും ഒന്ന് ആലോചിച്ച് വരുംവരായികളെ പറ്റി ശ്രദ്ധയോടെ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എത്താൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ ഇല്ലാതാക്കുവാനും അതിനെ ലാഭമാക്കി മാറ്റുവാനുമുള്ള സാധ്യത തെളിയുക തന്നെ ചെയ്യും. ഏതായാലും ഈ നക്ഷത്രജാതർ തീർച്ചയായും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിന്റെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭഗവാന് നെയ്വിളക്കോ നിറമാലയോ ചാർത്തുവാനുള്ള അവസരം ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. ഇനി ഇതൊന്നും ലഭിച്ചില്ലെങ്കിലും ഒരല്പനേരം വിഷ്ണു അഷ്ടോത്തരമോ വിഷ്ണു സഹസ്രനാമോ ജപിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. അവനവന് എത്താൻ സാധ്യതയുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ ഈശ്വര കടാക്ഷം നമ്മൾ വിചാരിച്ചാൽ നേടാവുന്നതും അങ്ങനെ നേടുന്ന ഈശ്വര കടാക്ഷത്തിലൂടെ ഒരു പരിധിവരെ വിജയത്തെ നമ്മിലേക്ക് എത്തിക്കുവാനുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ 2026 മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രജാതരെ സർവ്വവിധമായ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നും ജീവിതത്തിൽ ആനന്ദവും ആഹ്ലാദവും അനുഭവിക്കത്തക്ക രീതിയിലേക്ക് നിങ്ങൾക്ക് ഉയർച്ചയെ പ്രദാനം ചെയ്യട്ടെ എന്നും പ്രാർത്ഥനാനിർഭരമായ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം. ഹരി.